ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 5-ാം അധ്യായം. ഋഷഭ ഉവാച. ജ്ഞായന്തേഹോ ദേഹവാചാം നൃലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധ്യേ തസ്മാത് ബ്രഹ്മസൗഖ്യം ദ്വനന്തം. ഹേ പ്രിയപുത്രന്മാരെ, മനുഷ്യലോകത്തിൽ ദേഹം ധരിച്ചവരിൽ വെച്ച് ഈ മനുഷ്യ ശരീരം ആർക്ക് സിദ്ധിച്ചിരിക്കുന്നുവോ അവർ സൂകരാദി ക്ഷുദ്ര ജന്തുക്കൾ കൂടി അനുഭവിക്കുന്ന തുച്ഛങ്ങളും ക്ലേശങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കുന്നവയുമായ വിഷയസുഖങ്ങളെ അനുഭവിപ്പാനുള്ളവരല്ല. ശ്വാക്കൾ മുതലായ പ്രാണിവർഗങ്ങൾക്ക് സുലഭമായി സിദ്ധിക്കുന്ന നിസ്സാര സുഖങ്ങളെ മനുഷ്യരും അന്വേഷിക്കുന്നതായാൽ പ്രാണി സാധാരണമായ ജീവരീതിയെ അവരും അനുസരിക്കുന്നു. അതിനാൽ മനുഷ്യോചിത വ്യാപാരത്തിൽ മനസ്സിരുത്താത്ത ദോഷത്തിന് അവർ പാത്രമായിത്തീരുന്നു. മനുഷ്യർ ഉത്കൃഷ്ടമായ തപസ് ചെയ്യുവാനുള്ളവരാകുന്നു. ആ തപസ്സിനാൽ അവരുടെ അന്ധഃകരണം പരിശുദ്ധിയെ പ്രാപിക്കും. അപ്പോൾ അനന്തമായ ബ്രഹ്മാനന്ദം അനുഭവപ്പെടും. ബ്രഹ്മാനന്ദം സ്ഫുരിക്കാത്തത് അന്ധഃകരണത്തിലുള്ള രാഗാദി വൃത്തിരൂപ ചലനം നിമിത്തമാകുന്നു. തപസ്സിനാൽ ആ ചാഞ്ചല്യം നിലപ്പിക്കണം. അപ്പോൾ ബ്രഹ്മാനന്ദം സ്ഫുരിക്കും. ആ പരമാനന്ദാനുഭവമാണ് മനുഷ്യർക്ക് ഉചിതമായ ലക്ഷ്യം. മഹൽ സേവായാം ദ്വാരമാഹുർവിമുക്തേ സ്തമോ ദ്വാരം യോഷിതാം സംഗിസംഗം മഹാന്തസ്തേ സമചിത്ത പ്രശാന്ത വിമന്യവ സുഹൃദ സാധവോ യേ. ബ്രഹ്മാനന്ദാനുഭവ രൂപമായ മോക്ഷത്തിൻ്റെയും ജരാമരണ രൂപമായ ബന്ധത്തിൻ്റെയും പ്രധാന കാരണത്തെ ഉപദേശിക്കുന്നു. മഹാന്മാരെ സേവിക്കുന്നത് മോക്ഷമടയുവാൻ മാർഗമാകുന്നു. സ്ത്രീജനങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ജനങ്ങളോട് ചേരുന്നത് ഉപരിയുപരി സംസാരത്തിൽ പ്രവേശിക്കുന്നതിനും കാരണമാകുന്നു. സദാചാരങ്ങളെ വിടാതിരിക്കുന്നവരും സർവ്വപ്രാണികളിലും സുഹൃദ്ഭാവത്തെ വെച്ചിരിക്കുന്നവരും കാമിക്കുന്ന സ്വഭാവമില്ലാത്തതിനാൽ ക്രോധം എന്ന മഹാദോഷത്തിൽ നിന്നും വിട്ടിരിക്കുന്നവരും ചിത്തചാഞ്ചല്യത്തെ ആത്മവിചാരശീലത്താൽ അടക്കിയിരിക്കുന്നവരും ലൗകികങ്ങളായ സുഖദുഃഖങ്ങളാൽ വികാരപ്പെടാതെ ഏകനിലയെ അംഗീകരിച്ചവരും യാതൊരുത്തരാണോ അവരാകുന്നു മഹാന്മാർ. അവരുടെ സംസർഗത്തെ സമ്പാദിക്കുന്നതാണ് മോക്ഷപ്രാപ്തിക്കുള്ള പ്രധാന മാർഗം. ഏവാമയീശേ കൃത സൗഹൃദാർത്ഥ ജനേഷു ദേഹം പരവാർത്തികേഷു ഗൃഹേഷു ജായാത്മജരാതിമത്സു ന പ്രീതിയുക്ത യാവദർത്ഥാശ്ച ലോകേ. ഈശ്വരനായ എന്നിൽ പരമപ്രേമത്തെ നിബന്ധിക്കുന്നതിനെ തന്നെ പരമപുരുഷാർത്ഥ പ്രാപ്തിമാർഗമായിട്ട് കരുതുന്നവർ യാതൊരുത്തരോ ദേഹാദികളെ ഭരിപ്പാൻ ഉപകരിക്കുന്ന ധനാർജനാദി വ്യാപാരം മാത്രമല്ലാതെ ഭഗവൻ മാഹാത്മ്യത്തെ നിരൂപിക്കുന്ന സ്വഭാവമില്ലാത്ത ജനങ്ങളിലും ഭാര്യ പുത്രന്മാർ ധനാദികൾ എന്നിവ അടങ്ങിയ ഗൃഹങ്ങളിലും പ്രീതിയില്ലാതിരിക്കുന്നവർ യാതൊരുത്തരോ ഭഗവാനെ ഭജിക്കുന്നതിന് ആവശ്യമായ ശരീരം നിർവഹിപ്പാൻ എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ആവശ്യത്തെ മാത്രം ലോകത്തിൽ നിന്ന് കാക്ഷിക്കുന്നവർ യാതൊരുത്തരോ ഇവർ മഹാന്മാരാകുന്നു. നൂനം പ്രമത്ത കുരുതേ വികർമ്മ യദിന്ദ്രിയ പ്രീതയ ആപൃണോതി നസാധു മന്യേ എത്ര ആത്മനോയം അസന്നഭിക്ലേശത ആസദേഹ. ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുവാനായിട്ട് വ്യാപരിക്കുമ്പോൾ ധർമാധർമ്മ വിചാരശക്തി കുറഞ്ഞു പോകുന്നു. അതുതന്നെ സർവാനർത്ഥമൂല കാരണമായ പ്രമാദം എന്ന് പറയപ്പെടുന്നത്. പ്രമാദം നിമിത്തം പാപകർമ്മം ചെയ്യുവാൻ ഇടവരും. ജന്മാന്തര പാപകർമ്മ ഫലമായിട്ടാണ് ആത്മാവിന് ദുഃഖത്തെ ജനിപ്പിക്കുന്നതും ദോഷനിദാനവുമായ ഈ ശരീരമുണ്ടായത്. വീണ്ടും പാപം ചെയ്യുന്നതിനാൽ മേൽക്കുമേൽ ശരീരം ധരിക്കേണ്ടതായും മരിക്കേണ്ടതായും വരും. ഇത് നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പരാഭവസ്ഥാവതബോധജാതോ യാവന്ന ജിജ്ഞാസത ആത്മതത്വം യാവത് ക്രിയാ താവതിദം മനോ വൈ കർമാത്മകം ഏന ശരീരബന്ധഃ. ആത്മതത്വത്തെ അറിയുവാൻ ആഗ്രഹിക്കാതിരിക്കുന്നിടത്തോളം കാലം ദേഹത്തിൽ അഭിമാനവും അതുമൂലം ആത്മതിരസ്കാരവും ഭവിക്കും. ദേഹേന്ദ്രിയാദികളെയും തൽസംബന്ധികളെയും ആദരിപ്പാനുള്ള കർമ്മങ്ങളിൽ അതിശ്രദ്ധ അപ്പോൾ ഉണ്ടാകും. കർമ്മവാസനയോടുകൂടിയ ഈ മനസ്സ് ഈ സ്ഥൂലദേഹം നശിക്കുന്നതോടുകൂടി നശിക്കാത്തതിനാൽ വാസന നിമിത്തം പിന്നെയും ആത്മാവിന് ദേഹസംബന്ധം വേണ്ടിവരുന്നു.
അതിനാൽ ദേഹനാശത്തോടുകൂടി അനർത്ഥം നശിക്കുന്നുവെന്ന് വിചാരിക്കരുത്. സ്ഥൂലദേഹം നശിച്ചാലും സൂക്ഷ്മദേഹം നശിക്കുകയില്ല. അതിനാൽ സംസാരഭ്രമണം നിലയ്ക്കുന്നില്ല. അവിദ്യ നശിക്കണമെങ്കിൽ ആത്മതത്വത്തെ നിരൂപണം ചെയ്യണം. കർമ്മവാസന പ്രബലമായിരിക്കുമ്പോൾ തത്വജിജ്ഞാസ ദുർബലമായിരിക്കും. അതിനാൽ വിഷയസുഖങ്ങളിൽ ദോഷദർശനം നിമിത്തം കർമ്മങ്ങളിൽ വിരക്തിയുണ്ടാകണം. ആത്മജിജ്ഞാസ വർദ്ധിക്കുകയും വേണം. എന്നാൽ മാത്രമേ നിവൃത്തിമാർഗത്തിൽ പ്രവേശം സാധിക്കുകയുള്ളൂ. ഏവം മനഃകർമ്മവശം പ്രയുക്തേ അവിദ്യയാത്മന്യുപദീയമാനേ പ്രീതിർനയാവന്മയി വാസുദേവേ നമുച്യതേ ദേഹയോഗേന താവത്. അജ്ഞാനത്താൽ ആത്മസ്വരൂപം മറയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ കർമ്മവാസനായുക്തമായ മനസ്സ് പുരുഷനെ വിട്ടുപിരിയുന്നില്ല. അതിനാൽ പുരുഷന് ദേഹയോഗം പിന്നെയും ഉണ്ടാകുന്നു. ചിത്തത്തിൽ അധിവസിക്കുന്ന അന്തര്യാമിയായ വാസുദേവനായ എന്നിൽ പരമപ്രീതി ജനിക്കുന്നതുവരെ പുരുഷന് സംസാരത്തിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടതായി വരുന്നു. യഥാ ന പശ്യത്യ യഥാ ഗുണേഹാം സ്വാർത്ഥേ പ്രമത്തഃ സഹസാ വിഭശ്ചിത് ഗതസ്മൃതിർവിന്ദതി തത്ര താപാനാസാധ്യമൈഥുന്യമകാരമജ്ഞഃ. ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി ആത്മസുഖത്തെ വർദ്ധിപ്പിക്കുന്നതിനല്ല, ആത്മാനർത്ഥങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനാണ്. അതിനാൽ അതനുവദിച്ചുകൂടാ എന്നുള്ള വിചാരം ഉണ്ടാകാതെ ഇരിക്കുന്നവൻ വിദ്വാനല്ല. ദേഹാത്മഭാവനയോടുകൂടിയ ആ അജ്ഞൻ ആത്മഗുണം എന്താണെന്ന് അറിയുന്നവനല്ല. അവൻ്റെ സ്വാർത്ഥം നശിക്കുന്നു. ആത്മസ്വരൂപം അറിയാൻ അവന് സാധിക്കുന്നില്ല. അപ്പോൾ സ്ത്രീസുഖപ്രധാനമായിരിക്കുന്ന ഗൃഹത്തെ ആദരിക്കുന്നു. അതിനാൽ അനന്ത ദുഃഖങ്ങളെ അവൻ അനുഭവിക്കേണ്ടതായും വരുന്നു. പുംസസ്ത്രീയാ മിഥുനീഭാവഭേദം തയോർമിതോ ഹൃദയഗ്രന്ഥിമാഹു അതോ ഗൃഹക്ഷേത്രസുതാപ്തവിത്തേർജന്യസ്യ മോഹോയമഹം മമേതി. സ്ത്രീ പുമാന്മാരുടെ അന്യോന്യ യോജിപ്പിനെ അവരുടെ അന്യോന്യ ഹൃദയഗ്രന്ഥിയായിട്ട് വിവേകികൾ പറയുന്നു. അല്ലാതെ തന്നെ അവർക്ക് വെവ്വേറെ ഹൃദയഗ്രന്ഥികളുണ്ട്. ഈ അന്യോന്യ സംഗമത്തെ ദുർഭേദമായ മറ്റൊരു ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നു. സ്വശരീരത്തിലുള്ള അഭിമാന നിമിത്തം അനുഭവിക്കുന്ന ക്ലേശരൂപമായ ഹൃദയഗ്രന്ഥിയെ തന്നെ ഭേദിപ്പാൻ കഴിയാതിരിക്കെ പുരുഷൻ അന്യയായ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും എൻ്റേതെന്നും ഞാനെന്നും കൂടി അഭിമാനിക്കുന്നതുകൊണ്ട് ഗൃഹം, കൃഷി, പുത്രന്മാർ, ബന്ധുക്കൾ, ഗൃഹോപയോഗികളായ ഉപകരണങ്ങൾ ഇവയിൽ കൂടി ഞാനെന്നും എൻ്റേതെന്നുമുള്ള അധ്യാസത്തിന് ശക്തി കുറേ കൂടി അധികരിക്കുന്നു. യഥാ മനോഹൃദയഗ്രന്ഥിരസ്യ കർമാനുബന്ധോ ദൃഢ ആശ്ലദേത തഥാ ജനഃസംപരിവർത്തതേസ്മാൻ മുക്തപരം യാത്യധികായ ഹേതും. ജന്മജന്മാന്തര കർമ്മങ്ങളോട് കർമ്മവാസനകളോട് ചേർന്നിരിക്കുന്ന മനോരൂപമായ ഹൃദയഗ്രന്ഥിക്ക് എപ്പോൾ ശൈഥില്യം സംഭവിക്കുന്നുവോ അപ്പോൾ ഹൃദയഗ്രന്ഥിയിൽ നിന്ന്, അതായത് സംസാരബന്ധത്തിൽ നിന്ന് വിരക്തനായി ഭവിച്ച ജനം സംസാര കാരണമായ അഹങ്കാരത്തെ, സ്വശരീരത്തിൽ ഞാനെന്നുള്ള ഭാവത്തെ ഉപേക്ഷിച്ചിട്ട് പരമാത്മാവിനെ പ്രാപിക്കും. അഹന്ത നിമിത്തമാണ് മമതയുണ്ടാകുന്നത്. അഹന്തയുടെ നാശത്തിൽ മമതയും നശിക്കും. അത് രണ്ടും കൂടിയതാണ് ഹൃദയഗ്രന്ഥി. അതിനാൽ ആദ്യമായിട്ട് അഹന്തയെ, അഹങ്കാരത്തെ, ശരീരാഭിമാനത്തെ ഉപേക്ഷിപ്പാൻ പരിശ്രമിക്കണം. അതിന് ശക്തി സിദ്ധിക്കുമ്പോൾ ജീവൻ മുക്തനായിട്ട് പരമപദത്തെ, പരമാത്മാവിനോടുകൂടി ഏകീഭാവത്തെ പ്രാപിക്കുവാൻ കഴിയും. ബഹുജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ അനുബന്ധം നിമിത്തം ഈ ഹൃദയഗ്രന്ഥിക്ക് ബലം അധികമുള്ളതിനാൽ അതിനെ ജയിപ്പാൻ പ്രയത്നം ആവശ്യമാണെന്ന് ധരിക്കേണ്ടതാണ്. ഹംസേ ഗുരൗ മയി ഭക്ത്യാനുവൃത്യ വിതൃഷ്ണയാ ദ്വന്ദ്വതിദിക്ഷയാ ച സർവത്ര ജന്തോർ വ്യസനാവഗത്യ ജിജ്ഞാസയാ തപസേഹാനിവൃത്യ. അഹന്താരൂപമായ കാരണം നശിക്കുമ്പോൾ ഹൃദയഗ്രന്ഥി നശിക്കുമെന്നാണല്ലോ പറഞ്ഞത്. കാരണനാശത്തിന് പരിശ്രമം അധികം ആവശ്യമാണെന്നും സൂചിപ്പിച്ചു. ജലത്തിൽ കലർന്നിരിക്കുന്ന പാലിനെ വേർതിരിച്ചെടുക്കുന്ന ഹംസപക്ഷിയെപ്പോലെ ജഡത്തിൽ കലർന്നിരിക്കുന്ന ചൈതന്യത്തെ വേർതിരിച്ചെടുക്കുവാൻ ശക്തനായ ഗുരുവിലും ഈശ്വരനായ എന്നിലും പരമപ്രേമലക്ഷണയായ ഭക്തി, സേവ, വിഷയാനുഭാവത്തിൽ ആഗ്രഹമില്ലായ്മ, സുഖദുഃഖങ്ങളെ സഹിപ്പാനുള്ള ക്ഷമ, ഇഹത്തിലും പരത്തിലും പ്രാണികൾക്ക് ദുഃഖമല്ലാതെ സുഖാനുഭവം ഇല്ലെന്നുള്ള കാഴ്ച, ഇന്ദ്രിയങ്ങളെ അടക്കുവാനുപകരിക്കുന്ന ആഹാര നിയമം മുതലായ തപസ്, കാമ്യകർമ്മങ്ങളുടെ പരിത്യാഗം, സത്യമേത്,
അസത്യമേത് എന്ന് തിരിച്ചറിയുവാനുള്ള താൽപ്പര്യം എന്നീ സാധനങ്ങൾ അഹങ്കാരജയത്തിൽ സഹായിക്കുന്നവയാകുന്നു. മത്കർമ്മഭിർമത്കഥയാ ച നിത്യം മദ്ദേവസംഗാത് ഗുണകീർത്തനാന്മേ നിർവൈരസാമ്യോപശമേന പുത്ര ജിഹാസയാ ദേഹഗേഹാത്മബുദ്ധേഹേ. അല്ലയോ പുത്രന്മാരെ, എൻ്റെ പ്രസാദത്തിനായിട്ട് കർമ്മങ്ങൾ സമർപ്പിക്കുക, നിരന്തരം എൻ്റെ കഥകൾ കേൾക്കുക, എന്നെ തന്നെ ആരാധ്യദേവനായി കരുതിയിരിക്കുന്ന ഭക്തന്മാരോട് സംസർഗം, എൻ്റെ ഗുണങ്ങളുടെ കീർത്തനം, പ്രാണികളിൽ വൈരമില്ലായ്മ, സർവരിലും സമഭാവം, ചിത്തശാന്തി, ദേഹത്തിൽ ഞാനെന്നും ഗൃഹാദികളിൽ തൻ്റേതെന്നുമുള്ള വിചാരമില്ലായ്മ എന്നിവയാൽ അഹന്തയെ ജയിക്കാം. അധ്യാത്മയോഗേന വിവിക്തസേവയാ പ്രാണേന്ദ്രിയാത്മാഭിജയേന സദൃക് സശ്രദ്ധയാ ബ്രഹ്മചര്യേണ ശശ്വത് അസംപ്രമാദേന യമേന വാചാം. ആത്മതത്വത്തെ വിവരിക്കുന്ന ശാസ്ത്രങ്ങൾ അഭ്യസിക്കുക, ജനസമൂഹമില്ലാത്ത ദേശത്തിൽ വസിക്കുക, പ്രാണായാമങ്ങൾ കൊണ്ട് പ്രാണനെയും പ്രത്യാഹാരങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങളെയും ധാരണ കൊണ്ട് മനസ്സിനെയും മൗനം കൊണ്ട് വാക്കിനെയും വേണ്ടവിധം ജയിക്കുക, ശാസ്ത്രത്താൽ നിശ്ചയിച്ചതിനെ അനുഷ്ഠിക്കുന്നതിൽ ശ്രദ്ധയുണ്ടായിരിക്കുക, സ്ത്രീ സംഘത്തെ ഉപേക്ഷിക്കുന്നതായ ബ്രഹ്മചര്യം ദീക്ഷിക്കുക, കർത്തവ്യത്തെ ഉപേക്ഷിക്കാതിരിക്കുക എന്നിവയാൽ അഹങ്കാരത്തെ ജയിക്കാം. സർവത്ര മദ്ഭാവവിചക്ഷണേന ജ്ഞാനേന വിജ്ഞാന വിരാജിതേന യോഗേന ധൃത്യുദ്യമസത്വയുക്തോ ലിംഗം വ്യബോഹേത് കുശലോഹമാക്യം. എങ്ങും എന്നെ ഭാവിക്കുന്നതിന് സമർത്ഥവും അനുഭവത്തിൽ അവസാനിച്ചിരിക്കുന്നതുമായ ജ്ഞാനം, സമാധി, ധൈര്യം, പ്രയത്നം, വിവേകം എന്നിവയെ സാധനങ്ങളായി സ്വീകരിച്ചിരിക്കുന്ന സമർത്ഥനായ പുരുഷൻ അഹങ്കാരമെന്ന പേരോടുകൂടിയിരിക്കുന്ന ജീവോപാധിയെ വേരോടെ പറിച്ചുകളയണം. കർമാശയം ഹൃദയഗ്രന്ഥിബന്ധം അവിദ്യയാ സാധിതമപ്രമത്തഃ അനേന യോഗേന യഥോപദേശം സമ്യക്തെ ബഹ്യോ പരമേതയോഗാത്. ദേഹേന്ദ്രിയാദികളിൽ ഞാനെന്നും എൻ്റേതെന്നും തോന്നിയിരുന്ന അജ്ഞാനം നിമിത്തം വന്നു ചേർന്നതും കർമ്മവാസനകൾ അടങ്ങിയിരിക്കുന്നതുമായ ലിംഗശരീരരൂപമായ സംസാരബന്ധത്തെ മുകളിൽ പറഞ്ഞ സാധനാഭ്യാസരൂപമായ ഉപായത്തെ അംഗീകരിച്ചിട്ട് രണ്ടാമതുണ്ടാകാത്ത വിധം നശിപ്പിച്ചതിനു ശേഷം അഭ്യാസത്തിൽ നിന്ന് വിരമിക്കണം. ഹൃദയത്തിൽ സ്ഥിതങ്ങളായ കാമങ്ങളെല്ലാം നശിച്ചുവെങ്കിൽ ഹൃദയഗ്രന്ഥി നശിച്ചു. ഈ നിലയിലെത്തിയവൻ ബ്രഹ്മാനന്ദത്തെ തടസ്സം കൂടാതെ അനുഭവിക്കുന്നു. എന്നല്ല, ബ്രഹ്മാനന്ദ സ്വരൂപനായി തന്നെ ഇരിക്കുന്നു. ഇവനാണ് ജീവൻ മുക്തൻ. ഇതിനേക്കാൾ അധികരിച്ച സംഗതിയെ സമ്പാദിപ്പാനില്ലാത്തതുകൊണ്ട് ഇവൻ സ്വതേ തന്നെ വിരതിയെ പ്രാപിക്കുന്നു. എന്നാൽ കത്തിക്കഴിഞ്ഞ വസ്ത്രം ആ നിലയിൽ തന്നെ കുറേ നേരം കിടക്കുന്നതുപോലെ ദേഹം പതിക്കുന്നതുവരെ വ്യാപൃതൻ എന്ന പോലെ തോന്നുന്നതല്ലാതെ അവന് മനസ്സിരുത്തേണ്ടതായ കാര്യം യാതൊന്നുമില്ല. കർമ്മനിർമുക്തനും ആത്മാരാമനുമായിരിക്കുന്നവൻ ജീവൻ മുക്തൻ എന്ന ലക്ഷണം ഇവിടെ വ്യക്തമാക്കപ്പെട്ടു. പുത്രാംശ ശിക്ഷ്യാംശ നൃപോ ഗുരുർവാ മല്ലോകകാമോ മദനുഗ്രഹാർത്ഥഃ ഇത്തം വിമന്യരുനിശിഷ്യാദജജ്ഞാൻ നയോജയേത് കർമ്മസു കർമ്മമൂഢാൻ കം യോജയൻ മനുജോർത്തം ലഭേദ നിപാതയന്നഷ്ടതൃശം ഹി ഗർത്തേ. ഇപ്രകാരം ഉപദേശിച്ച ശേഷം അന്യന്മാരും ഇപ്രകാരം ഉപദേശിക്കണമെന്ന് ലോകത്തെ അനുശാസിക്കുന്നു. പരമപുരുഷാർത്ഥ സ്വരൂപത്തെ അറിയാത്തതിനാൽ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും പ്രാരബ്ധ കർമ്മബലത്താൽ കാമ്യകർമ്മങ്ങളിൽ നിന്ന് പരമസുഖം സിദ്ധിക്കുമെന്ന് മോഹിച്ചവരുമായ പുത്രന്മാരെ പിതാക്കന്മാരും ശിഷ്യന്മാരെ ഗുരുക്കന്മാരും പ്രജകളെ രാജാക്കന്മാരും ഇപ്രകാരം തന്നെ അനുശാസിക്കണം. സ്വതേ അറിവില്ലാതെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ അതിലേക്ക് തന്നെ പ്രേരിപ്പിക്കരുത്. അങ്ങനെ ചെയ്യുന്നത് അവരെ സംസാര സമുദ്രത്തിലേക്ക് തന്നെ തള്ളിവിടുകയാകുന്നു. കണ്ണിന് കാഴ്ചയില്ലാത്തൊരുവൻ കുഴിയിൽ വീഴുവാനുള്ള വഴിയിൽ കൂടി സഞ്ചരിക്കുന്നതിനെ കാണുന്ന മറ്റൊരുവൻ ഇതുതന്നെ ശരിയായ വഴിയെന്ന് അവനോട് ഉപദേശിച്ച് കുഴിയിൽ തന്നെ വീഴ്ത്തുവാൻ പരിശ്രമിക്കുന്ന പക്ഷം എന്ത് പുരുഷാർത്ഥമാണ് ലഭിക്കുന്നത്? യാതൊരു പുണ്യത്തെയും സമ്പാദിക്കുന്നില്ലെന്നു മാത്രമല്ല, പാപത്തെ സമ്പാദിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിവൃത്തിമാർഗത്തെ തന്നെയാണ് പുത്രാദികളോട് ഉപദേശിക്കേണ്ടത്. ഉപദേശിച്ചതിനെ അനുസരിക്കുന്നില്ലെന്നു കണ്ടാൽ കോപിക്കരുത്, പിന്നെയും ഉപദേശിക്കണം. ലോകസ്വയം ശ്രേയസി നഷ്ടദൃഷ്ടിർയോർത്താൻ സമീഹേത നികാമകാമഹ അന്യോന്യവൈരസുകലേശഹേതോരനന്തദുഃഖം ജനവേദമൂഢഃ. കർമ്മമാർഗത്തിൽ തള്ളിവിടരുതെന്ന് പറഞ്ഞതിനെ ഉപപാദിക്കുന്നു.
പ്രായേണ ലോകം തനിക്ക് നന്മയായ വഴിയേതെന്നറിയുന്നില്ല. അതിനു കാരണം അടക്കുവാൻ സാധിക്കാത്തതായ കാമത്തിന് അധീനനായിട്ട് വിഷയസുഖസാധനങ്ങളെ സമ്പാദിക്കുന്നതിൽ അതിശ്രദ്ധയോടു കൂടിയിരിക്കുന്നു എന്നതാകുന്നു. എത്രയും തുച്ഛമായ സുഖത്തെ കാക്ഷിച്ചിട്ട് തമ്മിൽ തമ്മിൽ വല്ലാതെ മത്സരിക്കുന്നു. മഹാദ്രോഹം ചെയ്യുവാൻ മടിക്കുന്നില്ല. അതു നിമിത്തമുണ്ടാകുന്ന നരകപാതാദി മഹാദുഃഖത്തെ അറിയുന്നതുമില്ല. അതിനാൽ ശ്രേയോമാർഗത്തെ സംബന്ധിച്ചിടത്തോളം മിക്കവരും അന്ധന്മാരോട് സദൃശ്യന്മാർ തന്നെ. കസ്തം സ്വയം തദവിജ്ഞോ വിഭശ്ചേതാ അവിദ്യയാം അന്തരേ വർത്തമാനം ദൃഷ്ട്വാ പുനസ്തം സഗൃണക്കുബുദ്ധിം പ്രയോജയേതുത്പദകം യഥാന്തം. ജന്മാന്തര സുഹൃതവശാൽ കർമ്മമാർഗം വീണ്ടും സംസാര സമുദ്രത്തിൽ ചെന്നു വീഴുവാൻ ഉപകരിക്കുന്ന വഴിയാണെന്നറിഞ്ഞിരിക്കുന്നവനും ആ ദുഃഖം അനുഭവിക്കുന്നവരിൽ കരുണയോടുകൂടിയവനുമായ ഏതൊരു വിവേകി മഹാമായാമോഹിതനായതുകൊണ്ട് അജ്ഞാനാന്ധകാരത്തിൽ അകപ്പെട്ടും അധപ്പതിക്കുവാൻ ഉപകരിക്കുന്ന കുൽസിത മാർഗങ്ങളെ നല്ല വഴിയാണെന്ന് ഉറച്ചുകൊണ്ട് പോകുന്നവനും ആയവനെ കുഴിയിൽ വീഴുവാൻ എളുപ്പമുള്ള ദുർമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്ന കുരുട സമാനനാണെന്ന് കണ്ടിട്ടും അതുതന്നെ ശുഭമാർഗമെന്ന് ഉപദേശിക്കും. വിവേകവും പ്രാണികാരുണ്യവുമുള്ള പണ്ഡിതനാണെങ്കിൽ ആ വിധം ഉപദേശിക്കുകയില്ല. ശാസ്ത്രാഭ്യാസ നിമിത്തം പണ്ഡിതന്മാരെന്നു നടിക്കുന്നവർ ആ വിധം ഉപദേശിക്കുന്നു എങ്കിൽ ഈശ്വരകാരുണ്യത്തിന് പാത്രീഭൂതന്മാരല്ലാത്ത അവരും മായാമോഹിത ചിത്തന്മാർ തന്നെ. ഗുരുർന സ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സാസ്യാത് ജനനീ ന സാസ്യാത് ദൈവം ന തത്സാന്ന പതിശ്ച സസ്യാൻ മോചയേത് സമുപേത മൃത്യും. ലോകത്തിൽ എത്രയോ പിത്രാദികൾ പുത്രാദികളെ ധനസമ്പാദനാദി മാർഗങ്ങളിൽ പ്രേരിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ. അവരെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ള ശങ്കയെ പരിഹരിക്കുന്നു. ജനനമരണ പ്രവാഹത്തിലേക്ക് ചെന്നുചാടി നശിപ്പാൻ ഭാവിക്കുന്ന ശിഷ്യനെ അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ ശക്തനല്ലാത്ത ഗുരുസ്ഥാനം വഹിക്കാൻ അർഹനല്ല. ആത്മഹത്യ ചെയ്യുവാൻ ഭാവിക്കുന്നതിനെ കണ്ടിട്ടും അതിൽ നിന്ന് പിൻവലിപ്പിക്കാൻ ശ്രമിക്കാത്ത ഒരു ബന്ധുവിനെ ബന്ധുവെന്ന് പറയുവാനും വയ്യ. ആ നിലയിൽ വർത്തിക്കുന്ന പുത്രനെ രക്ഷിക്കുവാൻ ശക്തനല്ലാത്ത പിതാവ് പിതൃസ്ഥാനം വഹിപ്പാനും യോഗ്യനല്ല. മാതാവ് മാതൃസ്ഥാനം വഹിപ്പാനും അർഹയല്ല. സേവ്യനായ ഈശ്വരൻ സ്വസേവകനെ സംസാരമാർഗത്തിൽ നിന്ന് കരകയറ്റുന്നില്ലെങ്കിൽ ആ ദൈവം ദൈവവുമല്ല. ആ നിലയിലിരിക്കുന്ന ഭാര്യയെ രക്ഷിക്കുവാൻ അശക്തനായ ഭർത്താവ് ഭർത്തൃസ്ഥാനം വഹിപ്പാനും യോഗ്യനല്ല. ഇദം ശരീരം മമ ദുർവിഭാവ്യം സത്വം ഹി മേ ഹൃദയം എത്ര ധർമ്മഃ പൃഷ്ടേ കൃതോ മേ യദധർമ്മ ആരാധതോ ഹി ഋഷഭം പ്രാഹുരാര്യാഃ. പുത്രന്മാർക്ക് മോക്ഷധർമ്മത്തെ ഉപദേശിച്ചതിനു ശേഷം സഹോദരന്മാർക്കു തമ്മിൽ സൗഹാർദ്ദമുണ്ടാവുവാനും സ്പർദ്ധാദിദോഷങ്ങൾ ബാധിക്കാതിരിക്കാനും വേണ്ടി അവരുടെ ജന്മവിശേഷത്തെ ധരിപ്പിച്ചും കൊണ്ട് ഉപദേശിപ്പാൻ ജനകനായ തൻ്റെ അപ്രാകൃത വൈഭവത്തെ ധരിപ്പിക്കുന്നു. എൻ്റെ ഈ ശരീരം പ്രാകൃതന്മാരുടെ ശരീരം പോലെ പ്രാരബ്ധകർമ്മത്തിൻ്റെ അധീനത നിമിത്തം ഉണ്ടായതല്ല. എൻ്റെ ഇച്ഛ തന്നെ ഇതിനു കാരണം. അതിനാൽ ഇതെങ്ങനെ ഉണ്ടായതെന്ന് മറ്റുള്ളവർക്ക് അറിയുവാൻ തക്കതായ ഒന്നല്ല. എൻ്റെ ഹൃദയമോ കർമ്മവാസനയോട് കൂടിയതല്ല. യാതൊന്നിൽ പരിശുദ്ധമായ ഭഗവത് ധർമ്മം നിഴലിച്ചിരിക്കുന്നുവോ ശുദ്ധമായ ആ സത്വഗുണം തന്നെയാകുന്നു. അതിനാൽ അധർമ്മത്തെ ഞാൻ ദൂരെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇതിനെ അറിഞ്ഞിരിക്കുന്ന എൻ്റെ പിതാവ് മുതലായ ജ്ഞാനികൾ എന്നെ ഋഷഭൻ എന്ന് വിളിക്കുന്നു. എൻ്റെ നാമധേയം സങ്കല്പിത ശബ്ദമല്ല, അന്വർത്ഥമാകുന്നു. തസ്മാത് ഭവന്തോ ഹൃദയേന ജാതാഃ സർവേ മഹീയാം സമമും സനാഭം അക്ലിഷ്ടബുദ്ധ്യാ ഭരതം ഭജധ്വം ശുശ്രൂഷണം തദ്ഭരണം പ്രജാനാം. ഞാൻ സർവശ്രേഷ്ഠനായതിനാൽ എൻ്റെ ധർമ്മസ്വരൂപമായ ഹൃദയഭാഗത്തോടുകൂടി ജനിച്ചിരിക്കുന്ന നിങ്ങളേവരും ഗുണങ്ങളാൽ ഉത്കൃഷ്ടനും വയസ്സിനാൽ ജ്യേഷ്ഠനുമായ ഈ ഭരതനെ മത്സരബുദ്ധി കൂടാതെ സേവിക്കുവിൻ. അങ്ങനെ ചെയ്യുന്നത് തന്നെ എൻ്റെ ശുശ്രൂഷയും പ്രജാപരിപാലനവും. ജ്യേഷ്ഠപുത്രനായ ഭരതൻ്റെ ആജ്ഞയെ അനുസരിച്ച് പ്രജാപരിപാലനം ചെയ്യണം, സ്വതന്ത്രതയാ ചെയ്യരുത്. ആജ്ഞാനുസരണം ചെയ്യുന്നതായാൽ നിങ്ങൾ എന്നെ സേവിച്ചുവെന്നും ധരിക്കുവിൻ. ഭൂതേഷു വീരുഭ്യ ഉദുത്തമായേ സരീസൃഭാസ്തേഷു സബോധനിഷ്ഠാഃ തതോ മനുഷ്യ പ്രമദാസ്തതോപി ഗന്ധർവസിദ്ധ വിബുധാനുഗായേ. മൃത്പാഷണാദികളായ സർവവും ഭൂതങ്ങൾ തന്നെ. വൃക്ഷവർഗം മൃത്പാഷണാദികളെക്കാൾ ശ്രേഷ്ഠങ്ങൾ.
സഞ്ചരിക്കുന്ന ജംഗമവർഗത്തിൽ ഉൾപ്പെടുന്നവ വൃക്ഷവർഗത്തേക്കാൾ, സ്ഥാവരങ്ങളേക്കാൾ ഉത്കൃഷ്ടങ്ങൾ. ബോധത്തോടുകൂടിയ പശുവാദികൾ ഇഴജന്തുക്കളേക്കാൾ ശ്രേഷ്ഠങ്ങൾ. അവയേക്കാൾ ശ്രേഷ്ഠന്മാർ മനുഷ്യർ. അവരേക്കാൾ ശ്രേഷ്ഠങ്ങൾ ഭൂതപ്രേതാദികൾ. അവരേക്കാൾ ശ്രേഷ്ഠന്മാർ ദേവവർഗത്തിൽ ഉൾപ്പെടുന്ന ഗന്ധർവന്മാർ, സിദ്ധന്മാർ മുതലായവർ. ദേവാസുരേഭ്യോ മഗവത് പ്രധാന ദക്ഷാദയോ ബ്രഹ്മസുതാസ്തു തേഷാം ഭവപരസോദ വിരിഞ്ച വീര്യഃ സമത്പരോഹം ദ്വിജദേവദേവഃ. ഗന്ധർവാദികളേക്കാൾ ശ്രേഷ്ഠന്മാർ അസുരന്മാർ. അസുരന്മാരേക്കാൾ ശ്രേഷ്ഠന്മാർ ദേവന്മാർ. അവരിൽ വെച്ച് ബ്രഹ്മപുത്രന്മാരായ ദക്ഷാദികൾ ശ്രേഷ്ഠന്മാർ. ദക്ഷാദികളേക്കാൾ ശ്രേഷ്ഠൻ പരമശിവൻ. അദ്ദേഹം ബ്രഹ്മവീര്യജാതനാകയാൽ ബ്രഹ്മാവ് പരമശിവനേക്കാൾ ശ്രേഷ്ഠൻ. ബ്രഹ്മാവാകട്ടെ വിഷ്ണുവായ എന്നെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ഞാൻ ബ്രഹ്മാവിനേക്കാൾ ശ്രേഷ്ഠൻ. എന്നാൽ ഞാനോ ബ്രാഹ്മണന്മാരിൽ വെച്ച് പൂജ്യന്മാരായവരെ പൂജിക്കുന്നവൻ. അതിനാൽ ബ്രാഹ്മണൻ എന്നേക്കാൾ ശ്രേഷ്ഠന്മാർ. ന ബ്രാഹ്മണൈസ്തുലയേ ഭൂതമന്യത് പശ്യാമി വിപ്രാ കിമതഃ പരം ച യസ്മിൻ നൃഭിഃ പ്രഹുതം ശ്രദ്ധയാഹമശ്നാമി കാമം ന തദാഗ്നിഹോത്രേ. ബ്രാഹ്മണരോട് സദൃശ്യമായിട്ട് അന്യമായ യാതൊന്നിനെയും ഞാൻ കാണുന്നില്ല. അവരെക്കാൾ ഉത്കൃഷ്ടന്മാരെ കാണുന്നില്ലെന്ന് പിന്നെ പറയണമെന്നില്ലല്ലോ. എന്തെന്നാൽ മനുഷ്യൻ ആ ബ്രാഹ്മണരിൽ ശ്രദ്ധാപൂർവം സമർപ്പിക്കുന്നതിനെ ഞാൻ ഏതുവിധം സ്വീകരിക്കുന്നുവോ അഗ്നിയിൽ ഹോമിക്കുന്നതിനെ അതുപോലെ സ്വീകരിക്കുന്നില്ല. ധൃതാ തനൂരുഷധീമേ പുരാണി യേനേഹ സത്വം പരമം പവിത്രം ശമോദമഃ സത്യമനുഗ്രഹശ്ച തപസ്തിദീക്ഷാനുഭവശ്ച യത്ര. ആ വിധം മഹിമയുള്ള ബ്രാഹ്മണരുടെ ലക്ഷണത്തെ ഉപദേശിക്കുന്നു. ഏതുകാലത്തും നശിക്കാതെ നിലനിൽക്കുന്നതായ വേദമാകുന്ന എൻ്റെ മൂർത്തിയെ അധ്യയനാദിദ്വാര യാതൊരുവർ ധരിക്കുന്നുവോ, യാതൊരുവരിൽ അത്യുത്കൃഷ്ടവും അതിപാവനവുമായ സത്വഗുണം, മനോനിഗ്രഹം, ഇന്ദ്രിയ നിഗ്രഹം, സത്യഭാഷണം, പരദുഃഖ നിവാരണ പരിശ്രമം, ആഹാരാദി നിയമം, 3 വിധങ്ങളായ ദുഃഖങ്ങളെയും സഹിക്കുവാനുള്ള ശക്തി, വേദാർത്ഥ പരിജ്ഞാനപൂർവകമായ എൻ്റെ സ്വരൂപ സാക്ഷാത്കാരം എന്നീ 8 ഗുണങ്ങൾ വിളങ്ങുന്നുവോ അവരാണ് മഹാന്മാരായ ബ്രാഹ്മണരെന്ന് ധരിച്ചുകൊള്ളുവിൻ. മത്തോപ്യനന്താത് പരത പരസ്മാത് സ്വർഗാപവർഗാദി പദേർന കിഞ്ചിത് യേഷാം കിമുസ്യാദി തരേണ തേഷാം അകിഞ്ചനാനാം മയി ഭക്തിഭാജാം. കാലദേശാവധികളിൽ നിന്ന് അതിക്രമിച്ചും ബ്രഹ്മാദിദേവന്മാർക്കും കാരണഭൂതനായും ഇഹത്തിലും പരത്തിലുമുള്ള സർവഭോഗങ്ങളെയും മോക്ഷത്തെയും നൽകുവാൻ ശക്തനുമായിരിക്കുന്ന എന്നിൽ നിന്നുകൂടി യാതൊരുത്തർക്ക് യാതൊന്നും പ്രാർത്ഥിക്കത്തക്കതായിട്ടില്ലയോ. എന്നിൽ പരമപ്രേമലക്ഷണയായ ഭക്തിയെ മാത്രം വഹിച്ചും ഇതര ഭോഗ്യവസ്തുക്കളെ നിശേഷം വെടിഞ്ഞു ഇരിക്കുന്ന വൈരാഗ്യശാലികളായ അവർക്ക് അന്യരെക്കൊണ്ട് എന്തൊരാവശ്യമാണുള്ളത്? യാതൊരാവശ്യവുമില്ല. എൻ്റെ പ്രീതിയെ മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന അവരെ പൂജിക്കുന്നത് എനിക്ക് സന്തോഷമാകുന്നു. എൻ്റെ അനുഗ്രഹം ആഗ്രഹിക്കുന്നവർ ആവിധമുള്ള ബ്രാഹ്മണരെ ഭജിക്കണം. സർവാണി മദ്ദിഷ്ണതയാ ഭവദ്ഭിശ്ചരാണി ഭൂതാനി സുധാധ്രുവാണി സംഭാവിതവ്യാനി പദേ പദേവോ വിവിക്തദൃഗ്ഭിസ്തതു ഹാർഹണം മേ. ബ്രാഹ്മണഭജനം ആവശ്യമാണെന്ന് ഉപദേശിച്ച ശേഷം സർവ്വചരാചരങ്ങളെയും ആദരിക്കണമെന്ന് ശാസിക്കുന്നു. ഉത്കൃഷ്ടം നികൃഷ്ടം എന്നീ ഭാവഭേദങ്ങൾ കൂടാതെ ചരാചരങ്ങളായി കാണപ്പെടുന്ന സർവ്വഭൂതങ്ങളും സർവാന്തര്യാമിയായും സർവപ്രേരകനുമായിരിക്കുന്ന സർവേശ്വരനായ എൻ്റെ വാസസ്ഥാനങ്ങളാണെന്നുള്ള പരമാർത്ഥ ബോധത്തോടുകൂടി അതതവസരങ്ങളിൽ സമ്മാനിച്ചു കൊള്ളണം. അങ്ങനെ ചെയ്യുന്നതാണ് എൻ്റെ ഉത്തമാരാധനം. പ്രതിമാദി പൂജനം മാത്രമാണ് കർത്തവ്യമെന്ന് നിങ്ങൾ കരുതരുത്. മനോവജോ ദൃക്കരണേ ഹിതസ്യ സാക്ഷാത്കൃതം മേ പരിബർഹണം ഹി വിനപ്പുമാൻ ഏന മഹാവിമോഹാത് കൃതാന്തപാശാന്ന വിമോക്തുമീശേത്. സർവഭൂതങ്ങളെയും സമ്മാനിക്കണമെന്ന് ഉപദേശിച്ച ശേഷം സർവകർമ്മങ്ങളെയും ഈശ്വരാരാധന രൂപേണ സമർപ്പിക്കണമെന്ന് ഉപദേശിക്കുന്നു. മനസ്സ്, വാക്ക്, നേത്രം മുതലായ സകലേന്ദ്രിയങ്ങൾ കൊണ്ടും ചെയ്യുന്ന സകല വ്യാപാരങ്ങളുടെയും ഉത്തമഫലം എൻ്റെ ആരാധനമായിരിക്കണം. എൻ്റെ പ്രീതിക്കായിക്കൊണ്ട് സർവകർമ്മങ്ങളും ആചരിക്കണം. തന്നിമിത്തം സിദ്ധിക്കുന്ന പ്രസാദം കൊണ്ട് മാത്രമല്ലാതെ പുരുഷൻ ആത്മാവിനെ മായാമോഹത്തിൻ്റെ ബലമായ ജനനമരണരൂപ ബന്ധത്തിൽ നിന്ന് വിടർത്തുവാൻ ശക്തനാകയില്ല നിശ്ചയം.
ഏവം അനുശാസ്യാത്മജാൻ സ്വയമനുശിഷ്ടാനപി ലോകാനുശാസനാർത്ഥം മഹാനുഭാവ പരമസുഹൃത് ഭഗവാൻ ഋഷഭാപദേശ ഉപശമശീലാനാം ഉപരതകർമ്മണാം മഹാമുനീനാം ഭക്തിജ്ഞാനവൈരാഗ്യലക്ഷണം പാരമഹംസ്യധർമ്മം ഉപശിക്ഷമാണഃ സ്വതനയശതജ്യേഷ്ഠം പരമഭാഗവതം ഭഗവജ്ജനപാരായണം ഭരതം ധരണീപാലനായാഭിഷിച്യ സ്വയംഭവന ഏവോർവരിത ശരീരമാത്രപരിഗ്രഹ ഉന്മത്ത ഇവ ഗഗനപരിധാനഃ പ്രകീർണകേശ ആത്മന്യാരോപിതാഹവനീയോ ബ്രഹ്മാവർത്താത് പ്രവവ്രാജ. ഋഷഭൻ എന്ന നാമത്തെ ധരിച്ച് അവതരിച്ചിരിക്കുന്ന ഭഗവാൻ സ്വപുത്രന്മാർ സ്വതേ അറിവുള്ളവരാണെന്ന് അറിഞ്ഞിട്ടും പിത്രാദികൾ പുത്രാദികളെ അനുശാസിക്കണമെന്ന് ലോകത്തിലുള്ളവരോട് ഉപദേശിപ്പാനായിട്ട് മുമ്പ് വിവരിച്ച രീതിയിൽ ഉപദേശിച്ചു. അത്രയ്ക്കുള്ള മഹിമയും ലോകാനുഗ്രഹ തൽപരതയും മൂർത്തീകരിച്ചുള്ള അവതാര സ്വരൂപമാണിത്. ഇനി ഇഹത്തിലും പരത്തിലും സിദ്ധിക്കാവുന്ന സുഖവിഷയങ്ങളിൽ ആഗ്രഹിക്കാതിരിക്കത്തക്കവണ്ണം വിചാരശീലന്മാരും സുഖോചിത വിഷയങ്ങളെ സമ്പാദിപ്പാനുള്ള പ്രവർത്തികളിൽ നിന്ന് വിരമിച്ചവരുമായ മഹാമുനിമാരുടെ ഈശ്വരഭക്തി, ആത്മജ്ഞാനം, വിഷയവൈരാഗ്യം എന്നിവയാകുന്ന ലക്ഷണത്തോടുകൂടിയ പരമഹംസധർമ്മത്തെ ലോകത്തിൽ കാട്ടിക്കൊടുക്കണമെന്നാകുന്നു ഭഗവാൻ വിചാരിക്കുന്നത്. അതിനായിട്ട് തൻ്റെ 100 പുത്രന്മാരിൽ വെച്ച് ജ്യേഷ്ഠനും ഭഗവത് ഭക്തനും ഭക്തജനപ്രിയനുമായ ഭരതനെ രാജ്യം പരിപാലിപ്പാനായി അഭിഷേകം ചെയ്തു. താൻ സകലത്തെയും ഗൃഹത്തിൽ തന്നെ ഉപേക്ഷിച്ചു. അഗ്നിഹോത്രത്തിനായി ഉപയോഗിച്ച അഗ്നിയെ ആത്മാവിലും ആരോപിച്ചു. ശരീരമാത്ര പരിഗ്രഹനായിട്ട് പുറപ്പെട്ടു. ശരീരത്തിൽ അഭിമാനിക്കുന്നതായ മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ചതിനാൽ വസ്ത്രാച്ഛാദനം കൂടി ഉണ്ടായിരുന്നില്ല. തലമുടിയെ ഒതുക്കി കെട്ടുക മുതലായ ദേഹസംസ്കാരത്തിൽ കൂടി മനസ്സ് വ്യാപരിച്ചിരുന്നില്ല. കാണുന്ന ജനങ്ങൾക്ക് ഉന്മാദരോഗം പിടിപെട്ടിരിക്കുന്ന ഒരുവനോ എന്ന് തോന്നുവാൻ തക്കവിധം നഗ്നനായിട്ട് ബ്രഹ്മാവർത്തത്തിൽ നിന്ന് പുറപ്പെട്ടുപോയി. ജഡാന്തമൂക ബധിര പിശാചോന്മാദകവധ അവധൂതവേഷോഭിഭാഷ്യമാണോഭി ജനാനാം ഗൃഹീതമൗനവ്രതസ്തൂഷ്ണീം ബഭൂവ. പരമഹംസധർമ്മത്തെ പ്രകാശിപ്പിക്കുവാനായി ഗൃഹത്തിൽ നിന്നും പുറപ്പെട്ടുപോയ ഭഗവാന്റെ യോഗമാഹാത്മ്യത്തെ വിവരിക്കുന്നു. പൂർവാപര കാര്യങ്ങളെക്കുറിച്ച് ആലോചിപ്പാൻ ബുദ്ധിശക്തിയില്ലാത്ത ഒരുവനെന്ന പോലെ സങ്കല്പം യാതൊന്നുമുണ്ടായിരുന്നില്ല. കണ്ണിന് കാഴ്ചയില്ലാത്തവനെപ്പോലെ ആത്മഭിന്നമായുള്ള യാതൊന്നിനെയും കാണുന്നവനുമായിരുന്നില്ല. കേൾക്കാൻ കഴിയാത്തവനെപ്പോലെ യാതൊരു ശബ്ദത്തെയും കേട്ടിരുന്നില്ല. പിശാചോ ഭ്രാന്തനോ എന്ന മട്ടിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും യാതൊരു മറുപടിയും പറയാതെ മൗനിയായിരുന്നു. ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച മനസ്സോടുകൂടി ആത്മാവിൽ അടക്കിയതുകൊണ്ട് വിഷയങ്ങളുടെ ഗ്രഹണമുണ്ടായില്ല. എങ്കിലും ആത്മാരാമനായിരുന്നതിനാൽ ശരീരം നിലനിൽക്കുകയും ചെയ്തു. തത്ര തത്ര പുരാഗ്രാമ കരഖേടവാടകർവട ശിബിര വ്രജഘോഷസാർത്ഥഗിരി വനാശ്രമാദിഷ്യനുപത അവനിചരാപസതൈഃ പരിഭൂയമാനോ മക്ഷികാഭിരിവ വനഗജസ്തർജന താടനാവമേഹനഷ്ടീ വനഗ്രാവ ശകൃദ്രജ പ്രക്ഷേപപൂതിവാദ ദുരുക്തേ സ്തത വിഗണയന്നേവാസൽസംസ്ഥാന ഏതസ്മിൻ ദേഹോപലക്ഷണേ സദപദേശ ഉഭയാനുഭവസ്വരൂപേണ സ്വമഹിമാവസ്ഥാനേന സമാരോപിതാഹം മമാഭിമാനത്വാദ വിഖണ്ഡിതമന പൃഥ്വീം ഏകചര പരിബ്രഭ്രാമ. ആ മഹാത്മാവ് ഏകനായിട്ട് ഭൂമിയിൽ പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, കാടുകൾ, പർവ്വതങ്ങൾ എന്നിങ്ങനെയുള്ള പല സ്ഥാനങ്ങളിലും സഞ്ചരിച്ചു. അവിടവിടെ സഞ്ചരിക്കുന്ന ദുഷ്ടജനങ്ങൾ അസഖ്യമായ പല ഉപദ്രവങ്ങളും ചെയ്തിരുന്നു. ആ മഹാന്റെ മനസ്സ് കാര്യകാരണ സംഘാതമായിരിക്കുന്ന ദേഹേന്ദ്രിയാദികളെ അനുസന്ധാനം ചെയ്തിരുന്നില്ല. ആത്മാനന്ദത്തിൽ മുഴുകിയിരുന്നു. അതിനാൽ കാട്ടാനയുടെ മീതെയിരിക്കുന്ന ഈച്ചകൾക്ക് ആ മഹാഗജത്തെ ഉപദ്രവിപ്പാൻ കഴിയാത്തതുപോലെ ജനങ്ങളേൽപ്പിക്കുന്ന പീഡകൾക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വികാരപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. അതിനാൽ പരിഭവം ലേശവുമില്ലാതെ ഭൂമിയിൽ എങ്ങും ചുറ്റി സഞ്ചരിച്ചു. അതിസുകുമാര കരചരണോര സ്ഥല വിപുല ബാഹും സകളവദനാദ്യ അവയവ വിന്യാസഃ പ്രകൃതിസുന്ദര സ്വഭാവഹാസ സുമുഖോ നവനളിനീദളായമാന ശിശിര താരാരുണായ തനയന രുചിര സദൃശ സുഭഗ കപോല കർണകണ്ഠനാസോ വിഗൂഢസ്മിതവദന മഹോത്സവേന
പുരവനിതാനാം മനസി കുസുമശരാസനമുപദദാനഃ പരാഗവലംബമാന കുടില ജഡില കപിശ കേശഭൂരി ഭാരോ അവധൂത മലിന നിജ ശരീരേണ ഗ്രഹഗൃഹീത ഇവാദൃശ്യത. ആ മഹാത്മാവിൻ്റെ കൈകൾ, കാലുകൾ, മാറിടം, തടിച്ചുരുണ്ട് നീണ്ടിരിക്കുന്ന കൈത്തണ്ടകൾ, കഴുത്ത്, തോളുകൾ, മുഖം മുതലായ അവയവങ്ങളുടെ സംഘടന അത്യന്തം സുകുമാരമായിരുന്നു. പ്രകൃത്യാ സുന്ദരമായ മുഖത്തിൽ സ്ഫുരിച്ചു കാണുന്ന മന്ദഹാസം നിമിത്തം മുഖകാന്തി ഇരട്ടിച്ചിരിക്കുന്നു. പുതിയ ചെന്താമരദളം പോലെ ശീതളവും അരുണനിറവും വികാസവുമുള്ള നേത്രങ്ങളാൽ മനോഹരനായിരുന്നു. കവിൾത്തടങ്ങൾ, കാതുകൾ, കണ്ഠദേശം, നാസിക എന്നിവ ഒന്നോടൊന്ന് തുല്യമായും ന്യൂനാധിക്യമില്ലാതെയും ശോഭയേറിയവയുമായിരുന്നതിനാൽ ആ അവയവങ്ങളോടുകൂടിയ ആ സുന്ദരമൂർത്തിയെ കാണുന്ന പുരസ്ത്രീകളുടെ ഹൃദയത്തിൽ മന്മഥബാണം പ്രവേശിച്ചിരുന്നു. പുറമേ സുസ്പഷ്ടം പ്രകാശിക്കാതെ ഒളിമിന്നലെന്ന പോലെ വ്യാപിച്ചിരുന്ന മന്ദഹാസാമൃത വ്യാപ്തിയാൽ പ്രകാശിക്കുന്ന മുഖം തന്നെ കാണുന്നവർക്ക് മഹോത്സവജനകമായിരുന്നു. ഇപ്രകാരമുള്ള സൗന്ദര്യ സ്വരൂപത്തിൽ കപിശനിറമുള്ള ജടകൾ നാലുഭാഗത്തും ചിതറിക്കിടക്കുകയും ശരീരത്തിൽ ചെളി പുരണ്ടിരിക്കുകയും ചെയ്തിരുന്നതിനാൽ പിശാചിൻ്റെ ബാധനിമിത്തം ബുദ്ധിഭ്രംശം ബാധിച്ചിരിക്കുന്നുവോ എന്നു തോന്നുമാറ് അവിടവിടെ ജനങ്ങളാൽ കാണപ്പെട്ടു. യർഹി വാവസ ഭഗവാൻ ലോകമിമം യോഗസ്യാദ്ദ പ്രദീപമിവാചക്ഷണാസ്തത് പ്രതിക്രിയാകർമ്മ ബീഭത്സിതമിതി വ്രതമാചകരമാസ്ഥിത ശയാന ഏവാശ്നാദി പിബതി ഖാദത്യവമേഹതി ഹതതി സ്മ ചേഷ്ടമാന ഉച്ചരിത ആദിഗ്ധോദ്ദേശഃ. ഇങ്ങനെ സർവത്ര സഞ്ചരിച്ചതിൽ നിന്നും ദുർജനങ്ങളെ ഏൽപ്പിക്കുന്ന ഉപദ്രവങ്ങളിൽ നിന്നും ജ്ഞാനമൂർത്തിയായ ഋഷഭദേവൻ ഈ ലോകം യോഗചര്യയെ നിർവഹിക്കുന്നതിൽ സത്യമായിട്ടും വിരോധിയാണെന്നും അവർ ചെയ്യുന്ന ഉപദ്രവങ്ങൾക്ക് പകരം അവരിൽ ഉപദ്രവം ഏൽപ്പിക്കുന്നത് യോഗമഹിമയ്ക്ക് ഉചിതമല്ലെന്നും നിശ്ചയിച്ചതിനാൽ അജകരവൃത്തിയെ അംഗീകരിച്ച് ഒരു സ്ഥാനത്തിൽ തന്നെ ശയിച്ചു. പ്രാരബ്ധാനുസരണം ആരാനും ഏതാനും കൊണ്ടുവന്ന് സമീപത്ത് വെച്ചാൽ ബഹിർവൃത്തി ഉണ്ടാകുന്ന സമയം അത് ആ നിലയിൽ കിടന്നു തന്നെ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ കടിച്ചു തിന്നുകയോ ചെയ്യും. മലമൂത്രങ്ങളും ആ നിലയിൽ തന്നെ വിസർജിക്കും. അതിൽ തന്നെ കിടന്നുരുളും. ആ മലിനപദാർത്ഥങ്ങൾ ശരീരത്തിൽ നാലുഭാഗത്തും പറ്റിയിരിക്കും. ഈ മാതിരി യോഗചര്യയെ അജകരവൃത്തി എന്ന് പറയുന്നു. മലമ്പാമ്പിൽ ഒരു വലിയ ജാതിക്കാണ് അജകരം എന്നു പേർ. ആടോ മറ്റോ എതിർച്ചയാ സമീപത്ത് വന്നു ചേർന്നാൽ ആ പാമ്പ ജീവിയെ ഭക്ഷണ സാധനമായി ഉപയോഗിക്കും. അങ്ങനെ ഒന്നും വന്നു ചേർന്നില്ലെങ്കിൽ ഭക്ഷണത്തിനായിട്ട് യാതൊരു പരിശ്രമവും ചെയ്യുകയില്ല. യോഗികൾ, മഹാസിദ്ധന്മാരായ ചിലർ ഈ നിലയെ അംഗീകരിക്കാറുണ്ട്. അതിനെ അജകരവൃത്തി എന്ന് പറയും. തസ്യഹായ പുരീഷ സുരഭി സൗഗന്ധ്യവായുസ്തം ദേശം ദശയോജനം സമന്താത് സുരഭിം ചകാര. ഈ മാതിരി കിടപ്പ് വല്ലാത്ത ബീവത്സാവസ്ഥയല്ലയോ എന്ന് ശങ്കിക്കേണ്ട. ആ മഹാന്റെ മലത്തിൽ നിന്ന് പുറപ്പെടുന്ന സൗരഭ്യത്തിൻ്റെ ചേർച്ച നിമിത്തം സുഗന്ധിയായി വീശുന്ന കാറ്റ് ആ പ്രദേശത്തിൻ്റെ 10 യോജന ദൂരമുള്ള പര്യന്ത പ്രദേശങ്ങളെ മുഴുവനും സുരഭിലമാക്കി തീർത്തു. ഇത് യോഗമഹിമയാകുന്നു. ഇപ്രകാരമുള്ള മഹിമയില്ലാത്തവർ മലമൂത്രങ്ങളിൽ തന്നെ കിടക്കുന്നത് ബീഭത്സമാണ്. ഏവം ഗോമൃഗകാകചര്യയ വ്രജം തിഷ്ടന്നാസീന ശയാനഃ കാകമൃഗഗോചരിത പിബതി ഖാദത്യവമേഹതി സ്മ. കേവലം അജകരവൃത്തിയെ മാത്രമല്ല സ്വീകരിച്ചത്, ആ മാതിരി തന്നെ ചിലപ്പോൾ പശു, മറ്റു ചിലപ്പോൾ മാൻ മുതലായ മൃഗം, കാക്ക എന്നിവയെപ്പോലെ സഞ്ചരിക്കുകയും നിൽക്കുകയും ഇരിക്കുകയും കിടക്കുകയും ചെയ്യുകയും അവയെപ്പോലെ തിന്നുകയും കുടിക്കുകയും വിസർജിക്കുകയും ചെയ്തുകൊണ്ട് അവിടെവിടെ സഞ്ചരിച്ചു. ഏതേതു വിധമായാൽ ജനങ്ങൾ തന്നിൽ മനസ്സിരുത്തുകയില്ലയോ, യോഗത്തിന് വിഘ്നം വരികയില്ലയോ, ആ നിലയിൽ കഴിച്ചുകൂട്ടി. ഇതി ജ്ഞാനായോഗചര്യചരണോ ഭഗവാൻ കൈവല്യപതിർ ഋഷഭോ വിരത പരമമഹാനന്ദാനുഭവ ആത്മനി സർവേഷാം ഭൂതാനാം ആത്മഭൂതേ ഭഗവതി വാസുദേവ ആത്മനോ വ്യവധാനാന്തരോദരഭാവേന സിദ്ധസമസ്താർത്ഥ പരിപൂർണോ യോഗൈശ്വര്യാണി വൈഹായ സമനോജ അന്തർധാനപരകായ പ്രവേശദൂരഗ്രഹണാദീനി യദൃച്ഛയോപഗതാനി നാഞ്ജസാ നൃപ ഹൃദയേനാഭ്യനന്ദത്. ഇപ്രകാരം ജ്ഞാനസ്വരൂപനും ഭക്തന്മാർക്ക് കൈവല്യം നൽകുന്ന മഹാപ്രഭുവുമായ ഋഷഭദേവൻ നാനായോഗ സമ്പ്രദായങ്ങളെ ആചരിച്ചു.
ലോകയാത്രയിൽ നേരിടുന്ന കഷ്ടങ്ങളെ പരിഹരിപ്പാൻ യോഗികൾക്ക് ഈ വിധം ചെയ്യുവാൻ സാധ്യമാണെന്ന് കാട്ടുക മാത്രമേ ഇതിൽ ഭഗവാൻ ഉദ്ദേശമുള്ളൂ. പരമാർത്ഥത്തിൽ ഭഗവാൻ ഉത്തരോത്തരം ശതഗുണത്തോടുകൂടിയ ബ്രഹ്മാനന്ദത്തിൽ നിമഗ്നനും സകല ചരാചരങ്ങളുടെയും ആത്മാവായിരിക്കുന്ന ജ്ഞാനസ്വരൂപനും ഭഗവാനുമായ വാസുദേവനിൽ നിന്ന് അഭിന്നമാകയാൽ ഇതരന്മാരുടെ ശരീരമെന്ന പോലെ തൻ്റെ ശരീരമാകുന്ന ഉപാധി പരമാനന്ദാനുഭവത്തിന് വിരോധിയല്ലാത്തതിനാൽ ആകാശഗമനം, മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ദിക്കിൽ തൽക്ഷണം ശരീരത്തോടുകൂടി പ്രവേശം, ആർക്കും കാണുവാൻ കഴിയാത്ത നിലയിലിരിപ്പ്, സ്വശരീരത്തെ മനസ്സാ ഉപേക്ഷിച്ച് പരശരീരത്തിൽ പ്രവേശം, ദൂരെയുള്ള ശബ്ദം കേൾക്കുക, പദാർത്ഥങ്ങളെ കാണുക മുതലായ സിദ്ധികൾ ആഗ്രഹിക്കാതെ തന്നെ സമീപത്തു വന്നു ചേരുന്നത് യോഗത്തിൻ്റെ പ്രഭാവമാകുന്നു. ആ വക സിദ്ധികളെ ഭഗവാൻ ഹൃദയത്താൽ അഭിനന്ദിച്ചില്ല. 5-ാമത്തെ അധ്യായം സമാപിച്ചു. 6-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.